ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തേതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. സ്കൂളൊന്നും ഇല്ലാത്ത ദിവസത്തെ ഒരു വീഡിയോ ആണ്. ഇതിൽ ലഞ്ചും കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ സ്കൂളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കാണിക്കണില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനാണ്. അപ്പോൾ ഇന്ന് കറിയായിട്ട് അയില വറുത്തരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു ചെറിയ മുറി തേങ്ങ ചിരകിയതും അതിൽക്കൊരു 2 ചെറിയുള്ളി, 5-6 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂണ് വലിയ ജീരകം, കുറച്ച് കരിവേപ്പില. അത് തേങ്ങ നല്ലോണം റോസ്റ്റ് ആവണ്ട. ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് ഇതാ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, എത്രയാണോ മുളക് പൊടി ചേർത്തത് അത്ര തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇനിയിപ്പോൾ ആ ഒരു പൊടികൾ നല്ലോണം ഒന്ന് ചൂടായി വന്നാൽ മതി. നല്ലോണം അങ്ങനെ റോസ്റ്റായിട്ട് വരണ്ട. അപ്പോൾ ഇതാ ഇതിനിപ്പോൾ നല്ലോണം പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ കറി വെക്കാനിതാ ഞാൻ ഒരു പോട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണേ. അതിലേക്ക് ഇതാ 2 മീഡിയം സൈസിലുള്ള തക്കാളി, ഒരു 3 പച്ചമുളക്, ആവശ്യത്തിന് പുളിവെള്ളം കൂടി ചേർത്തിട്ട് ഈ ഒരു തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നല്ലോണം വെന്തുടയണ്ട. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിക്കണേ. ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു അരച്ച് വെച്ചിട്ടുള്ള ഒരു തേങ്ങേൻ്റെ അരപ്പുണ്ടല്ലോ അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിക്കണേ. പിന്നെ ഇതാ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ ഒരു കറിയൊക്കെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്തിക്കണേ. കറിയൊക്കെ ഇതാ അപ്പോൾ നല്ലോണം തിളച്ച് വന്ന ഒരു ടൈമിൽ നമ്മളിതാ മീൻ ഇട്ട് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മീനൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെക്കണ ആ ഒരു ടൈമിൽ കുറച്ച് കരിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവറിനാണ്. ഇനിയിപ്പോൾ അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ മീനൊക്കെ വെന്തിട്ട് കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണേ. ഈ ഒരു ടൈമിൽ ഇതാ ചെറിയുള്ളിയും അതുപോലെ തന്നെ കരിവേപ്പിൻ്റെ ഇലയും ഒന്ന് തൂമിച്ചിട്ട് ഒഴിച്ചെടുത്തും കൂടി ചെയ്തിക്കണേ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു അയില വറുത്തരച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ഉപ്പേരിക്ക് വാഴക്ക മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു കടായിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്ന ആ ഒരു ടൈമിൽ ഒരു വലിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ ഈ വലിയ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം ബ്രൗൺ കളറായിട്ടൊന്നും വരണ്ട. ഈ ഒരു ടൈമിൽ ഇതാ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു വലിയുള്ളി ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. വലിയുള്ളിയൊക്കെ ഒന്ന് ആയി വന്നപ്പോൾ അതാ അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വാഴക്ക ഇട്ട് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിനി ആവിയിൽ കടന്നിട്ട് നല്ലോണം വെന്ത് വരണം കേട്ടോ. നല്ലോണം ഒന്ന് ടൈറ്റായിട്ട് മൂടി വെച്ച് കൊടുത്തിക്കണേ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. അപ്പോൾ ഇതാ നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ നല്ലോണം തന്നെ വെന്ത് വന്നിക്കണേ. അപ്പോൾ ഈ ഒരു ഉപ്പേരിയും നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ പകരമായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ അതുപോലെ ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ഐറ്റം ഇതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ 3 ഉണക്കമുളക് ചുട്ടത് ഇട്ടുകണേ. പിന്നെ ഒരു 20 ചെറിയുള്ളി ഇട്ട് കൊടുത്തുകണേ. പിന്നെ ഇതാ ഒരു ചെറിയ കഷ്ണം പുളിങ്ങ ഇട്ട് കൊടുത്തുകണേ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതാ ഇതുപോലെ നല്ലോണം പേസ്റ്റായിട്ട് അരക്കണ്ട. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ്
വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിക്കണേ. അതൊന്ന് ചൂടായി വന്നപ്പോൾ അത് അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ചേർത്തിട്ട് നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള ഒരു ഉള്ളിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അതൊരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. എന്താ ഇത് റെഡിയായി വന്നിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഇതും ചോറിൻ്റെ കൂടെ അടിപൊളി ഒരു ഐറ്റമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ചോറ് കഴിക്കാനുള്ള ടൈമായി. നമ്മളെ മെഴുക്ക് പുരട്ടി, അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഉള്ളിൻ്റെ ചമ്മന്തി, പിന്നെ ഒരു കഷ്ണം മീൻ, ഇനിയിപ്പോൾ മീനില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാ നമ്മളെ നല്ല അയിലക്കറി. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പിയൊക്കെ ഒന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.